ആദരണീയരായ സുൽത്താനുൽ ഉലമ ശൈഖുന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി അടക്കമുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖി തങ്ങൾ, സെക്രട്ടറി കൂടിയായ ഇതിന്റെ നായകർ കൂടിയായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ, മറ്റ് ധാരാളം പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, സമുന്നതരായ വ്യത്യസ്ത മതങ്ങളിലും പാർട്ടികളിലും എല്ലാമുള്ള രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ, സുഹൃത്തുക്കൾ, നീണ്ട ഒരു പ്രസംഗം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. സുബ്ഹി നിസ്കാരത്തിനു വേണ്ടി ഓതുവെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബേക്കിൽ നിന്ന് ഒരാൾ വന്ന് തലക്ക് ഒരടി കൊടുത്തു. വല്ലാതെ വേദനിച്ചു, വല്ലാതെ വിഷമിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരാൾ ഓടുന്നത് കണ്ടു. അദ്ദേഹത്തിന്റെ പേരിൽ കേസ് കൊടുത്തു. കോടതിയിൽ കേസ് വിചാരണക്കെടുക്കുമ്പോ വക്കീലന്മാര് പറഞ്ഞു, അദ്ദേഹം നിങ്ങളെ അടിക്കുന്നത് കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടു എന്ന് പറയണം. അപ്പോൾ ആ മഹാൻ പറഞ്ഞു, ആ മഹാൻ വെളിയങ്കോട് തട്ടാങ്കര കുട്ടിയാമ്മ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ്. അവരുടെ മകളുടെ ഭർത്താവാണ് പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു. നമ്മുടെ ഈ നഗരി അവരുടെ പേരിലാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദ്യകാല നേതാക്കളിൽ പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണ്. കുട്ടിയാമ്മ മുസ്ലിയാർ അവറുകൾ വക്കീലിനോട് പറഞ്ഞു, ഞാൻ അങ്ങനെ പറയില്ല, കാരണം അടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഓടുന്നതേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് അടിക്കുന്നത് കണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ല എന്ന് പറയും. അപ്പൊ വക്കീല് പറഞ്ഞു, അങ്ങനെ ആ കേസ് തോറ്റുപോകും. കേസ് തോറ്റാലും ശരി, ജയിച്ചാലും ശരി, ഞാൻ ഉള്ളത് പറയും. കണ്ടോ, അടിക്കുന്നത് കണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ഇല്ല എന്ന് പറയും. അപ്പൊ ഞാൻ ഉത്തരവാദിയാവില്ല. നിങ്ങൾ ഉത്തരവാദി ആയാലും ശരി, ഇല്ലെങ്കിലും ശരി, ഞാൻ ഉള്ളത് പറയും. കോടതിയിൽ വെച്ച് അതേ ചോദ്യമുണ്ടായി. കുട്ടിയാമ്മ മുസ്ലിയാരോട്, നിങ്ങളെ ഇദ്ദേഹം അടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അടി കിട്ടിയിട്ടുണ്ട്. അടി കിട്ടിയ ഉടനെ അദ്ദേഹം സമീപത്തുനിന്ന് ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അടിക്കുന്നത് കണ്ടെങ്കിൽ ഞാൻ എണീറ്റ് ഓടൂലേ? കേസ് കുട്ടിയാമ്മ മുസ്ലിയാർ തോറ്റുപോയി. പക്ഷേ ആ അടികൊടുത്ത അക്രമിയായ മനുഷ്യൻ പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ തലക്ക് ഒരു ചെറിയ രോഗം വന്നു. ആ രോഗം കാരണത്താൽ അദ്ദേഹത്തിന് ഒരൽപ്പം ആശ്വാസം കിട്ടണമെങ്കിൽ തലക്ക് അടിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ തലക്ക് അടിച്ച് 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 അദ്ദേഹം മരണപ്പെട്ടു. ആ മഹാനായ കുട്ടിയാമ്മ മുസ്ലിയാർ അവറുകളുടെ ജാമാതാവ് പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന് പറയപ്പെടുന്ന പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ പേരിലാണ് ഈ നഗരി. ബഹുമാനപ്പെട്ട പാനായിക്കുളം ഉസ്താദ് ദർസ് നടത്തുമ്പോ കുട്ടിയാമ്മ മുസ്ലിയാരുടെ മകളാണല്ലോ ഭാര്യ. ചിലപ്പോൾ ഭാര്യയോട് ചോദിക്കും, ബാപ്പയിൽ നിന്ന് പുതിയ വല്ല വിവരങ്ങളും ഇവിടെ നിങ്ങൾക്ക് തഹ്ഖീഖുകൾ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെയുള്ള വിനയത്തിന്റെയും സത്യത്തിന്റെയും വക്താക്കളായ മഹാപണ്ഡിതന്മാരാൽ നയിക്കപ്പെട്ട ഒരു പണ്ഡിത സഭയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഇന്നത്തെ ദിവസം റജബ് 23 ഇന്ന് കേരളത്തിൽ മക്കയിൽ നിന്ന് വന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിപ്പിക്കാൻ പൊന്നാനിയിൽ വിളക്ക് സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്ന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യരായ ശാഫിഈ മദ്ഹബിലെ ഏറ്റവും മഹത്വമേറിയ
തുഹ്ഫത്തുൽ മുഹ്താജ് അടക്കമുള്ള ഗ്രന്ഥങ്ങൾ രചിച്ച ഖാതിമത്തുൽ മുഹഖഖീൻ ശൈഖുൽ ഇസ്ലാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ദിനമാണ്. സുഹൃത്തുക്കളെ, മഹാനവറുകൾ റജബ് മാസമായതിന് ശേഷം രോഗമായി. അവസാനം 21-ന് മഹാനവറുകൾ ചില വസിയ്യത്തുകൾ ചെയ്തു. وتوفي لحظة الاثنين الثالث والعشرين من الشهر. അങ്ങനെ 974 റജബ് 23-ന് രാവിലെ ദുഹാ സമയത്ത് തിങ്കളാഴ്ച ദിവസം മഹാനവറുകൾ വഫാത്തായി. ഇന്നത്തെ ഇതേ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമുക്ക് യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള അവസരങ്ങൾ ശൈഖുനാ ഉസ്താദ് അവറുകൾക്കും അവരെ പിന്തുടർന്ന് പ്രവർത്തിക്കുന്നവർക്കും എല്ലാ പണ്ഡിതന്മാർക്കും അല്ലാഹു തൗഫീഖ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കുറെ ചെറുപ്പക്കാർ ഒരു കൊലയാളിയെ കൊണ്ടുവന്ന് ഹാജരാക്കി. അവരുടെ ബാപ്പയെയാണ് അദ്ദേഹം കൊന്നുകളഞ്ഞത്. പക്ഷേ ഇസ്ലാം ഒരിക്കലും നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കുന്നില്ല. സ്വന്തം ബാപ്പയെ കൊന്ന കൊലയാളിയാണെങ്കിലും ഇസ്ലാം അംഗീകരിച്ച് ജീവിക്കുന്ന, ഇസ്ലാമിന്റെ ശരിയായ ഭരണം നടത്തുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിക്കുന്ന അവിടുത്തെ അനുയായികൾ ആ കൊലയാളിയെ നേരിൽ കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ്. അവർ പകരം ഒന്നും ചെയ്യുന്നില്ല. ഇത് നമ്മളുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം. ഇസ്ലാം ഒരിക്കലും ഒരു രാജ്യത്ത് വ്യവസ്ഥാപിതമായ ഭരണം നടക്കുമ്പോ നിയമം കയ്യിലെടുക്കുന്നത് അനുവദിക്കുകയില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം വിശ്വസിക്കുന്ന ഒരാളെയും തീവ്രവാദികളായോ ഭീകരവാദികളായോ നിയമം കയ്യിലെടുക്കുന്നവരായോ നമുക്ക് കാണാൻ സാധ്യമല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിചാരണ ചെയ്തു. അദ്ദേഹം കുറ്റം സമ്മതിച്ചു. അദ്ദേഹത്തെ പകരം കൊല്ലാൻ വേണ്ടി വിധിച്ചു. തത്സമയം അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു 3 ദിവസം എനിക്ക് സമയം തരണം. അതെന്തിനാണ്? എന്റെ നാട്ടിൽ ഞാനൊരു ധനം കുഴിച്ചിട്ടിട്ടുണ്ട് എന്റെ മക്കൾക്ക് ഉപകരിക്കാൻ വേണ്ടി. അതെന്റെ ചെറിയ പിഞ്ചു മക്കൾക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി എനിക്കൊന്ന് പോകണം. അതിനൊരു 3 ദിവസം എനിക്ക് അവസരം തരണം. സുഹൃത്തുക്കളെ, മനുഷ്യർക്കൊപ്പം, അത് കൊലയാളിയായിരുന്നാലും മനുഷ്യർക്കൊപ്പം എന്നതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയം. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇദ്ദേഹത്തിന് 3 ദിവസത്തേക്ക് ജാമ്യം കൊടുക്കാൻ നിങ്ങളിൽ ആരെങ്കിലും സന്നദ്ധമാകുമോ? അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാൻ തയ്യാറാണ്. 3 ദിവസം കൊണ്ട് അദ്ദേഹം തിരിച്ചു വരുമെന്ന് വാക്ക് പറഞ്ഞു. അദ്ദേഹം പോയി. 3-ാം ദിവസമായി. 3 ദിവസം കഴിഞ്ഞു. കോടതിയിൽ അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹം വരുന്നില്ല. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ അവിടെ വിചാരണയ്ക്ക് വിളിച്ചു. മഹാനവറുകൾക്ക് ശിക്ഷ നടപ്പാക്കാൻ പോവുകയാണ്. ആ സമയത്ത് ഓടിക്കതച്ച് ആ ഘാതകൻ വരുന്നത് കണ്ടു. അദ്ദേഹം വന്നപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരാതെ ആ പോയ പോക്ക് അങ്ങനെ തന്നെ പോയാൽ നിങ്ങൾക്ക് കൊലയിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നല്ലോ, നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്തില്ല? അദ്ദേഹം ആ സമയത്ത് പറഞ്ഞു, ഞാനൊരു മുസ്ലിമാണ്, എനിക്കൊരബദ്ധം സംഭവിച്ചു, ഞാനൊരു ദുർബല നിമിഷത്തിൽ ഒരാളെ കൊന്നുപോയി, അത് തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഞാനൊരു മുസ്ലിമാണ്, ഞാൻ ഉൾക്കൊള്ളുന്ന ആശയം
വാക്ക് ലംഘിക്കാൻ പാടില്ല എന്നതാണ്, കരാർ ലംഘിക്കാൻ പാടില്ല എന്നതാണ്. ഔഫൂ ബിൽ ഉഖൂദ് ഖുർആൻ ആവർത്തിച്ച് പറയുന്ന ഒരു വിഷയമാണ്. ഔഫൂ ബിൽ അഹദ്, കരാർ പാലിക്കണം, കരാർ ലംഘിക്കാൻ പാടില്ല. ഇത് വിശ്വസിക്കുന്ന പ്രാവർത്തികമാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഹസീതു അൻ യുഖാല ദഹബ അഹ്ലുൽ വഫാഇ ബിൽ അഹദ്, കരാർ പാലിക്കുന്നവരൊക്കെ കഴിഞ്ഞുപോയി, ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ കരാർ പാലിക്കുന്ന ആരുമില്ലെന്ന് സമൂഹം വിലയിരുത്തുമെന്ന് ഞാൻ ഭയപ്പെട്ടു. അതുകൊണ്ട് എന്നെ കൊല്ലപ്പെട്ടാലും ശരി ഞാൻ വരാമെന്ന് തീരുമാനിച്ചു. ഈ സമുദായത്തിന് പരിക്ക് പറ്റാൻ പാടില്ല. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല അബൂദർ, നിങ്ങൾക്ക് ഇയാളെ പരിചയമുണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾ ഏത് ധൈര്യത്തിലാണ് ഇദ്ദേഹത്തെ ജാമ്യത്തിനെടുത്തത്? അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹസീതു അൻ യുഖാല, ഞാനും ഭയപ്പെട്ടു, സമൂഹം വിലയിരുത്തൂലേ. എന്ത് ദഹബ അഹ്ലുൽ കറമി വൽ മുറുവ, അതേ വ്യക്തിത്വമുള്ളവർ, പക്വതയുള്ളവർ, അതേ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവർ, മാന്യതയുള്ളവർ ആരുമില്ലെന്ന് ജനങ്ങൾ വിലയിരുത്തൂലേ. അതുകൊണ്ട് ഒരു ദുർബല നിമിഷത്തിൽ തെറ്റ് ചെയ്തു പോയ ഈ മനുഷ്യനെ, അദ്ദേഹത്തിന്റെ പിഞ്ചുമക്കൾ ഒരു തെറ്റും ചെയ്തവരല്ല, ആ പിഞ്ചുമക്കൾക്ക് സൂക്ഷിച്ച ധനം എടുത്തു കൊടുക്കാൻ വേണ്ടി നാട്ടിലേക്ക് പോയി തിരിച്ചു വരാനുള്ളൊരവസരം കൊടുക്കാൻ ജാമ്യം നിൽക്കാൻ ആരുമില്ലെങ്കിൽ നമ്മളെ കൂട്ടത്തിൽ മാന്യതയുള്ള ഒരാളുമില്ലെന്ന് വരൂലേ. അതുകൊണ്ട് അദ്ദേഹത്തെ പരിചയമില്ലെങ്കിലും ഞാൻ അതിന് തയ്യാറായി. അപ്പോൾ പിന്നെ ഇത് രണ്ടും കേട്ടപ്പോൾ ആ പിതാവ് കൊല്ലപ്പെട്ടു പോയ, അന്യായം കൊടുത്ത, കേസ് കൊടുത്ത മക്കള് പറഞ്ഞു, അഫൗന അൻഹു യാ അമീറുൽ മുഅ്മിനീൻ, ആ കൊലയാളിക്ക് ഞങ്ങളെല്ലാം വിട്ടുവീഴ്ച ചെയ്തു, അദ്ദേഹത്തെ ഒന്നും ചെയ്യേണ്ടതില്ല. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് കാരണം? അപ്പോൾ അവർ പറഞ്ഞു, ഹസീതു അൻ യുഖാല ദഹബ അഹ്ലുൽ അഫ്വി വൽ മഗ്ഫിറ, ഞാൻ ഭയപ്പെടുന്നു നമ്മുടെ മുസ്ലിം സമുദായത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നവരും പുറത്തു കൊടുക്കുന്നവരും മാപ്പ് കൊടുക്കുന്നവരും ആരുമില്ല എന്ന് ഈ സമുദായത്തെ വിലയിരുത്തപ്പെടൂലേ. അതുകൊണ്ട് ഞങ്ങളെ ബാപ്പ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി, ഇദ്ദേഹത്തെ പകരം കൊന്നതുകൊണ്ട് ബാപ്പ തിരിച്ചു വരൂല. പിന്നെ ഈ പകരം കൊല്ലുക എന്ന നിയമം വെച്ചത് തന്നെ ആളുകൾ യാതൊരു വിലയുമില്ലാതെ മനുഷ്യരെ കൊല്ലാൻ പാടില്ല എന്ന ആശയം പഠിപ്പിക്കാനാണ്. ആ ഒരു മെസ്സേജിന് വേണ്ടിയാണ് കൊന്നവരെ കൊല്ലണമെന്ന് പറഞ്ഞത്. അത് അദ്ദേഹവും അംഗീകരിച്ചു, ലോകവും അംഗീകരിച്ചു. അതിവിടെ നടപ്പാക്കാൻ സന്നദ്ധതയുള്ള ഭരണാധികാരിയുമുണ്ടെന്നത് ബോധ്യപ്പെട്ടു. ഇനി അദ്ദേഹത്തെ കൊന്നിട്ട് എന്ത് കിട്ടാനാ? അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. ഈ സമുദായത്തിന് ദുഷ്പേരുണ്ടാകാൻ പാടില്ല. നേരത്തെ ഇവിടെ ഈ പ്രദേശത്തുകാരിയായ ഒരു അമുസ്ലിം സഹോദരിയുടെ കൊലയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് പ്രവർത്തിച്ചതിനെ ഇവിടെയുള്ള എംപിയും ഇവിടെയുള്ള എല്ലാവരും പ്രശംസിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് ഈ സംഭവം ഓർമ്മ വന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്ലാം അത് മനുഷ്യർക്കൊപ്പമാണ്. എവിടെയും ഇസ്ലാമിന്റെ ശൈലി അതാണ്. എല്ലാ മനുഷ്യർക്കുമൊപ്പം മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. ആ ഇസ്ലാം ഇവിടെ പ്രചരിച്ചത് ശൈഖുന അവർകൾ പറഞ്ഞില്ലേ, വാളുകൊണ്ടല്ല, മഹാന്മാരായ ആളുകളുടെ ആത്മീയത കൊണ്ടാണ്. ആ ആത്മീയത ഇവിടെ പ്രകടിപ്പിച്ച മഹാന്മാർ, അവരുടെ സ്വഭാവം എന്താണ്? ഖുർആൻ പറഞ്ഞു, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അവർ വിനയാന്വിതരായി ജീവിക്കുന്നവരാണ്. അവരുടെ മനസ്സിൽ അഹങ്കാരമില്ല. അവരെ ഒരാൾ ഇങ്ങോട്ട് തെറി പറഞ്ഞാൽ അതിന് പകരം അതേ നാണയത്തിൽ തിരിച്ചടിക്കൂല. ഖാലൂ സലാമാ, അവിടെയും അവർ സമാധാനത്തിന്റെ വാക്ക് പറയും. അങ്ങനെയുള്ള മഹത്തുക്കളായ ആളുകൾ മുഖേനയാണ്
ഇവിടെ ഇസ്ലാം മതം പ്രചരിച്ചിട്ടുള്ളത് അത് ഇന്ത്യയിലായാലും ശരി, മറ്റ് രാഷ്ട്രങ്ങളിലാണെങ്കിലും ശരി, ഇസ്ലാം പ്രചരിപ്പിക്കപ്പെട്ടത് അങ്ങനെയാണ്. ആ ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിച്ച ഒരു സമൂഹമായിരുന്നു രാജ്യത്തുണ്ടായിരുന്നത്. അവരാണ് പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും മുസ്ലിം പണ്ഡിതന്മാരുടെ കൂട്ടായ്മയും അംഗീകരിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാതെ, വിള്ളലുണ്ടാക്കാതെ, ഇസ്ലാമിന്റെ സൗന്ദര്യം മറ്റുള്ളവർക്ക് പ്രകടിപ്പിക്കുന്ന വിധത്തിൽ ജീവിച്ച മുസ്ലിം സമുദായം. ആ മുസ്ലിം സമുദായത്തെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ ഉതകുന്ന വിധം മുസ്ലിങ്ങളിൽ ചിലർ, വളരെ ചുരുങ്ങിയ ആളുകളാണെങ്കിലും, ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങളിൽ വിള്ളലുണ്ടാക്കുകയും അട്ടിമറിക്കുകയും ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങളെ ചോദ്യം ചെയ്യുകയും പൂർവീക പണ്ഡിതന്മാരെ തള്ളിപ്പറയുകയും ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം തന്നെ തെറ്റിദ്ധരിക്കപ്പെടാൻ കാരണമായിട്ടുള്ളത്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടന്ന് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളുടെ പ്രസംഗം നടക്കാനുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും നാല് മദ്ഹബിന്റെ ഇമാമിയങ്ങളും, ഇമാം അശ്അരിയും ഇമാം മാതുരീദിയും ഇമാം ഗസാലിയും ഇമാമുൽ ഹറമൈനിയും ഇമാം നബവിയും ഇമാം റാഫിയും, അങ്ങനെ അസംഖ്യം പണ്ഡിതന്മാർ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച അഹ്മദ് ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളടക്കമുള്ള മഹാന്മാർ പഠിപ്പിച്ച ആശയമാണ് സുന്നത്ത് ജമാഅത്ത്. ആ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളുടെ ശിഷ്യനാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, ഫത്ഹുൽ മുഈൻ എഴുതിയ പണ്ഡിതനാണ്. ആ ഇമാം സൈനുദ്ദീൻ മഖ്ദൂമാണ് വലഖദ് കറംനാ ബനി ആദം എന്ന സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ ആ സൂക്തം ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിമിന്റെ ഡെഡ് ബോഡിയും നജസല്ല, അമുസ്ലിമിന്റെ ഡെഡ് ബോഡിയും നജസല്ല എന്ന് രേഖപ്പെടുത്തിയ ആദരവുകൾ മനുഷ്യ സമൂഹത്തിന് ആദരവുണ്ട്. ആ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആണ് ഹൈന്ദവരായ രാജാക്കന്മാര് ഭരിക്കുന്ന രാജ്യത്ത് മലബാറിലാണ് ഞങ്ങളുടെ ജീവിതം, ഇവിടെ ഞങ്ങൾ ഏത് മാർഗം സ്വീകരിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഗുരുനാഥന്മാർ, നിങ്ങൾ ആ ഭരണം നടത്തുന്ന ഹൈന്ദവരുമായി, അവർ നിങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ടല്ലോ, അവരുമായി സൗഹൃദത്തിലാണ് നിങ്ങളുടെ ജീവിതം ഉണ്ടാകേണ്ടത് എന്ന് ഫത്വ വാങ്ങിയിട്ട് കേരള മുസ്ലിമീങ്ങളെ അത് പഠിപ്പിച്ചു കൊടുത്ത പണ്ഡിതനാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തീവ്രവാദത്തിനോ ഭീകരവാദത്തിനോ വർഗീയവാദത്തിനോ അക്രമത്തിനോ അനീതിക്കോ അഴിമതിക്കോ പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ ഇടമില്ല. അതിനെ ഇവിടെ നിലനിർത്താനും അതിന്റെ ആശയം ഇവിടെ എന്നും എടുത്തു കാണിക്കാനുമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിന്റെ 100ാം വാർഷികമാണ് നടക്കുന്നത്. അതിന്റെ സെന്റിനറിയോടനുബന്ധിച്ച് നടക്കുന്ന അതിന്റെ ബഹുജന സംഘടനയായ കേരള മുസ്ലിം ജമാഅത്തിന്റെ കീഴിലുള്ള കേരള യാത്രയിലാണ് നമ്മൾ സംഗമിച്ചുകൊണ്ടിരിക്കുന്നതും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതും. നിങ്ങളെല്ലാവരുടെയും സർവ്വസഹായ സഹകരണങ്ങളും മഹാനായ റയീസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും നേതൃത്വം നൽകുന്ന ഈ സംഘടനക്കും സംഘടനയുടെ ഘടകങ്ങൾക്കും ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അപേക്ഷിച്ച് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഇവിടെ ഈ നാട്ടിലും പരിസരങ്ങളിലുമുള്ള പൗരപ്രമുഖന്മാരും ഇവിടെയുള്ള ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകരും പണ്ഡിതന്മാരും വിദ്യാർത്ഥികളും എല്ലാവരും നൽകിയ ഈ വലിയ ഊഷ്മളമായ വരവേൽപ്പിന് വളരെ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.